ഹലോ ആൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോളി എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് KA അബ്ബാസ് ആണ്. ഈ ഒരു സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്, അതിനൊക്കെ വഴിത്തിരിവായ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ബോളി എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി. ഓക്കെ, പോളി എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ വിളിപ്പേരാണ്, നിക് നെയിം ആണ്. അവളുടെ യഥാർത്ഥ നെയിം എന്ന് പറയുന്നത് സുലേഖ എന്നാണ്. ഓക്കെ, സുലേഖ എന്ന് പേരുള്ള ബോളി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി നമ്മുടെ നമ്പർനാഥ് റാംലാലിന്റെ 4ാമത്തെ മകളാണ്. ആൾക്ക് നമ്പർനാഥ് റാംലാലിന് 4 മക്കളാണ്. ആ 4 മക്കളിലെ ഏറ്റവും ഇളയ മകളാണ്, ഇളയ പുത്രിയാണ് ആര്? ഈ ബോളി എന്ന് പറയണം പെൺകുട്ടി. ഇവള് ജനിച്ച സമയത്ത് ഇവള് കട്ടിൽ നിന്ന് വീണിട്ട് തലയ്ക്ക് ചെറിയ പരിക്കേറ്റ് എന്തായാലും ബ്രെയിനിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാണ്, അങ്ങനെ പറ്റിയ പ്രശ്നമാണ് എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. അതുപോലെ തന്നെ അവള് സംസാരിക്കുമ്പോൾ അവൾക്കൊരു വിക്കലുണ്ട്, സ്റ്റാമറിങ് ഉണ്ട്. ഒരു പറയുന്ന കാര്യം വളരെ വ്യക്തതയോട് കൂടിയിട്ട് പലപ്പോഴും അവൾക്ക് എല്ലാവരും മുമ്പിലും പറയാൻ സാധിക്കാറില്ല, ചെറിയൊരു സ്റ്റാമറിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്മാൾ പോക്സ് എന്ന് പറഞ്ഞ ഒരു അസുഖം ബാധിക്കും. അത് മുഖാന്തരം അവളുടെ ഫേസിലൊക്കെ ഒരുപാട് പാടുകളും ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു സുഖകരമായ ഒരു പെൺകുട്ടി ആയിരുന്നില്ല ആര്? ഈ ബോളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്പർനാഥ് റാംലാലിനും ആളുടെ വൈഫിനും നല്ല പേരുണ്ടായിരുന്നു, ഈ ബോളിയെ ആരും വിവാഹം കഴിക്കില്ലേ എന്നുള്ളത്. കാരണം ആളുടെ മൂത്ത 3 പെൺകുട്ടികളും നല്ല സുന്ദരികളായതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം കഴിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് കരുതി ഈ കുട്ടീനെ സ്കൂളിൽ ചേർക്കാം. ആ ഇടയ്ക്കാണ് ഇവരുടെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത്. അപ്പൊ ആ സ്കൂൾ തഹസീൽദാർ പറഞ്ഞു, ആ സ്കൂളിൽ കൊണ്ടാക്കിക്കോളൂ ഇവളെ എന്ന് പറഞ്ഞു. കാരണം എന്താ, വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ അല്ലെ, പോയി വിദ്യാഭ്യാസം പഠിച്ചോട്ടെ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മൂപ്പര് നമ്മുടെ നമ്പർനാഥ് റാംലാൽ എന്ന് പറഞ്ഞിട്ടാ മൂപ്പര് പറഞ്ഞു ആയിക്കോട്ടെ, ഇന്നെന്താ കുട്ടീനെ സ്കൂളിൽ വിടാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവള് സ്കൂളിൽ പോണത്. ആ സമയത്ത് ഇവളുടെ റാംലാലിന്റെ വൈഫ് ഒരുപാട് എതിർത്തിട്ടുണ്ടായിരുന്നു, കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കണ്ട, വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ കല്യാണം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ റാംലാൽ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കാരണം അവളെ ഒന്നാമത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അവൾക്ക് സ്റ്റാമറിങ് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവള് അതെന്നുകൊണ്ട് അവളെ കല്യാണം ശരിയാവുന്ന വലിയ ഉറപ്പൊന്നും എനിക്കില്ല, എന്തായാലും അവള് സ്കൂളിൽ പോയി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ പോയിട്ട് പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് അവളുടെ ടീച്ചറായ ആ സ്കൂളിലെ അധ്യാപിക, അവള് ഫസ്റ്റ് ഡേ പോയിട്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ നല്ല പേരുണ്ടായിരുന്നു. കാരണം എല്ലാവരും അവളെ കളിയാക്കുമല്ലോ എന്നുള്ള, കാരണം അവൾക്ക് സ്റ്റാമറിങ് ഉള്ളതുകൊണ്ട് മര്യാദകളെ പേര് പോലും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു നമ്മള് ബോളിക്ക്. എന്തായാലും അവള് സ്കൂളിൽ പോയി എല്ലാവരുടെ മുൻപിലും പേരിങ്ങനെ പറയുന്ന സമയത്ത് അവളിങ്ങനെ വിക്കലോടുകൂടി പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമ്പോഴും ആ ടീച്ചർ അവൾക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുത്തിട്ട് ടീച്ചർ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് മനസ്സിലായി അവളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സപ്പോർട്ടറാണ് ആ ടീച്ചർ എന്നുള്ള കാര്യം. പിന്നീട് നടന്ന ലൈഫിൽ ഓരോ മൊമെന്റിലും അങ്ങനെ അവളെ സംസാരത്തിലുള്ള ആ സ്റ്റാമറിങ് മാറ്റിയെടുക്കാനും അവളെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാക്കി വളർത്തി മാറ്റാൻ ആ ടീച്ചർ അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് അവൾക്ക് കല്യാണം ശരിയാവുന്നത്. ഓക്കെ, അവൾ കല്യാണം കഴിക്കാൻ വന്നത് ബിശംബർനാഥ് എന്ന് പറഞ്ഞ മഹാബഡാ മുതലാളി ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോ ഇയാള് ഡൗറി സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലല്ലോ, ബോളിനെ കാണാൻ ഭംഗിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ എന്തായാലും സ്ത്രീധനൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചിരുന്നത്. ഈ ബോളിയുടെ ഫാമിലി തിരക്കേടില്ലാത്തൊരു ഫാമിലി ആയിരുന്നു, ബിലോ അല്ല പക്ഷെ ഒരു ആവറേജ് ഫാമിലി ആയിരുന്നു. ബിശംബർനാഥ് ആണെങ്കിലോ ബഡാ പൈസക്കാരനുമായിരുന്നു. പക്ഷെ ആളൊരു ദുഷ്ടനും ഒരു നീചനുമായുള്ളൊരു ഒരു മധ്യവയസ്കെന്ന് പറയാം, അത്രയും പ്രായം ചേർന്നൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു പെൺകുട്ടിനെ ഒഴിവാക്കണമല്ലോ എന്ന് കരുതി പാരന്റ്സ് ഇയാളെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണമായി. കല്യാണത്തിന് വലിയ കുതിരസവാരിയൊക്കെ നടത്തി ഭയങ്കര മെയിനായിട്ടാണ് മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നത്. കല്യാണ സമയത്ത് ഇവിടെ കയറി കല്യാണം കഴിക്കണ നേരത്ത് ഇവളെ മുഖം കണ്ടു, ആ പാട് കണ്ടപ്പോൾ മൂപ്പര് എല്ലാവരുടെ ഇടയിൽ നിന്നും പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ സ്ത്രീധനം അധികം തരണം എന്ന് പറഞ്ഞു.
ആ പറഞ്ഞതിൽ വേഗം നാണക്കേടൊക്കെ പേടിച്ചിട്ട് വേഗം നമ്മുടെ ബോളിയുടെ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ സാറേ ഞാൻ സ്ത്രീധനൊക്കെ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനത്തിലെത്തുക. പക്ഷെ ആ സമയത്ത് ഭയങ്കര കറേജസ് ആയിട്ട് ആ ഒരു മൊമെന്റിനെ എതിർത്തുകൊണ്ട് ആ കല്യാണം വേണ്ട എന്ന് അത്രയും ആളുകളെ മുമ്പിൽ ഭയങ്കര ഭയങ്കര കറേജോട് കൂടിയിട്ട് പറയും. ആ കെട്ടാൻ ഉദ്ദേശിക്കുന്ന താലി എടുത്തിട്ട് ഒരു വലിച്ചെറിയൊക്കെ ചെയ്യുന്ന ഒരു മൊമെന്റും സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവള് ഭയങ്കര കറേജായി ചെയ്യാൻ, ബോളി കറേജായി ചെയ്യാനുള്ള റീസൺ അവൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, വിമൺ അവരുടെ ഒപ്പീനിയൻസ് നാലാളുകളെ മുൻപിലാണെങ്കിലും പറയണം എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത്. അവൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ടാണ് അവൾക്ക് തെറ്റ് എന്താണ് ശരി എന്താണെന്നുള്ള 4 പേര് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ സാധിച്ചത്. അത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ചാപ്റ്ററാണ്. അതിനുശേഷം അവൾ പറഞ്ഞു, അമ്മേ അല്ലെങ്കിൽ അച്ഛാ, ഞാനും എൻ്റെ അധ്യാപികയെ പോലെ ടീച്ചറെ പോലെ എൻ്റെ നാട്ടിലുള്ള അതേ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തോളാം, എന്നെ കുറിച്ച് ആരും ഭയപ്പെടേണ്ട. കാരണം എനിക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ. ഓക്കെ, വുമൺ എംപവർമെന്റ്, വുമൺ എംപവേർഡ് ആവണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു കൾച്ചറും ഒരു ചുറ്റുപാടും ഒക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സ്റ്റോറിയാണ് ഈ ബോളി എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയുടെ, സുലേഖ എന്ന് പേരുള്ള ഈ ബോളി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ സ്റ്റോറി. ഓക്കെ, ഇതാണ് ആ സ്റ്റോറി. എന്താന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ബോളി എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം, മലയാളത്തിൽ പറയാം. ഇനി ഇംഗ്ലീഷിൽ ആ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കൃത്യം പോയിന്റ് ആക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പൊ പറയൽ ചിലപ്പോൾ കുറച്ച് ഇത്ര മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ബാക്കി അടുത്ത സെക്ഷനിൽ ഞാൻ ഇംഗ്ലീഷും കൂടെ ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ സ്റ്റോറി എന്താണ്, ബോളി എന്താണ് എന്നുള്ളത് ഏകദേശം ഒരു ധാരണ ഇത്രേ ഉള്ളൂ. ഒന്നുമല്ലാതെ അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാ രീതിക്കും അടിച്ചമക്കപ്പെട്ടിരുന്നൊരു പെൺകുട്ടി എഡ്യൂക്കേഷനിലൂടെ അവളെ വോയിസ് എന്താണ് 4 ആളുകളുടെ മുൻപിൽ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഒരു ബോളി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ബോളി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഒരു സുലേഖ എന്ന് പറഞ്ഞിട്ടുള്ള ബോളി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അല്ലെ, ബോളി എന്നൊക്കെ പറയാം, ബോളി എന്ന് വിളിക്കുന്ന സുലേഖയുടെ ഒരു സ്റ്റോറിയാണ് ഈ ബോളി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു വുമൺ ഒരു എംപവർമെന്റ് ഉണ്ടാവണം. നമുക്ക് എപ്പോഴും നല്ല രീതിക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് വേണം, എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ എഡ്യൂക്കേഷൻ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ബോളി എന്ന് പറയുന്നത്, നമ്മുടെ സുലേഖയുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ആരാ? K.A. അബ്ബാസ് ആണ്. ഇന്ത്യൻ റൈറ്റർ ആൻഡ് സോഷ്യൽ റിഫോം, നല്ലോണം പ്രശസ്തിയൊക്കെ ഉള്ള ഒരു റൈറ്ററാണ് നമ്മുടെ K.A. അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ആളൊരു ഇംഗ്ലീഷ് റൈറ്ററാണ് ആൻഡ് ആൾസോ ഒരു സോഷ്യൽ റിഫോമർ കൂടെയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ നമ്മുടെ സുലേഖ എന്ന ബോളി അല്ലെ, സുലേഖ എന്ന വിളിപ്പേരുള്ള ബോളിയാണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അവളുടെ ലൈഫിൽ നടന്ന അവൾ ഫേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ്? ചൈൽഡ്ഹുഡ് ഇഞ്ചുറി അല്ലെ, ജനിച്ച സമയത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾ കട്ടിൽ നിന്ന് വീഴുകയും അവൾ തലയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടാവുകയും അതിൽ നിന്നും അവൾ കുറച്ച് ബുദ്ധി പിന്നോക്കമുള്ളൊരു കുട്ടിയായിട്ട് മാറി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ബോളി എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ചൈൽഡ്ഹുഡിലൊരു ഇഞ്ചുറി അവൾ ലൈഫിൽ ഫേസ് ചെയ്തുള്ള പ്രോബ്ലം ആയിരുന്നു സ്മാൾ പോക്സ് ഡിസ്ഫിഗർമെന്റ്. അതുപോലെ തന്നെ വേറൊരു സ്ട്രഗ്ലിംഗ് ആണ്. ചെറുപ്പത്തിൽ അവൾക്ക് സ്മാൾ പോക്സ് അല്ലെ, ചിക്കൻ പോക്സ് ഒക്കെ പോലെ തന്നെ സ്മാൾ പോക്സ് വരെയും അത് വന്നു കഴിഞ്ഞാൽ ഫേസിൽ ഓരോരോ പാടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾ ഭംഗിയൊക്കെ പോയിട്ട് വലിയ ഭംഗിയില്ലാത്തൊരു പെൺകുട്ടിയായി മാറുകയും ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിമിനന്റ്, ആ ഒരു സംഭവം അവൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ഫിഗർമെന്റ്, കാണാൻ ലുക്കില്ലായ്മ അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാമറിങ് അല്ലെ, വിക്ക് ഉണ്ടായിരുന്നു. സംസാരിപ്പിക്കുമ്പോൾ ആ പറയുന്ന കാര്യം മറ്റുള്ളവരുമായിട്ട് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അവൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കളിയാക്കലുകളൊക്കെ സഹിച്ചിട്ടുണ്ട്. പിന്നീട് അവളെ ടീച്ചറാണല്ലോ അവളെ അതൊന്നൊക്കെ പിടിച്ച് കരകയറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാമറിങ് കാരണം, വിക്ക് കാരണം അവളെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നൊരു പെൺകുട്ടിയായിരുന്നു. സോഷ്യൽ നെഗ്ലക്ട് അല്ലെ, സമൂഹത്തിൽ ഒരു തള്ളിവിടൽ, സമൂഹത്തിൽ അവൾക്കൊരു എന്തുണ്ടായിരുന്നില്ല, എല്ലാവരും അവളെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾക്ക് വാല്യൂ ഉണ്ടായിരുന്നു, വില ഇല്ലായ്മ ഉണ്ടായിരുന്നു സൊസൈറ്റിയിലാണെങ്കിലും.
അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ ഈ സുലേഖ എന്നത്. ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചുറി അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ സ്മാൾ പോക്സ് വന്നപ്പോൾ അവളെ ഫേസിലും മറ്റും പാടുകൾ വന്നപ്പോൾ ഒരു ഡിസ്ഫിഗർമെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റാമറിങ് വിക്ക് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സോഷ്യൽ നെഗ്ലക്റ്റിൽ സമൂഹത്തിൽ നിന്നും അവളൊരു വേറിട്ട് കാണുന്ന ഒരു രീതിയും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ടേണിംഗ് പോയിന്റ്സ്, ഈ ഒരു സ്റ്റോറീൻ്റെ ടേണിംഗ് പോയിന്റ്, കഥയ്ക്കൊരു വഴിത്തിരിവുണ്ടായത് എവിടെയായിരുന്നു? അവള് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് അവളെ ഫാദറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവള് വിവാഹം കഴിച്ചു പോയില്ല. കാരണം 4 മക്കളായിരുന്നു, 4ാമത്തെ പെൺകുട്ടിയാണ് ഇവളെന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ഫാദർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവള് മാത്രം, മറ്റ് 4 പെൺകുട്ടികളും കാണാൻ അതീവ സുന്ദരികളാണ്, അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവള് കല്യാണം കഴിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടാണ് മൂപ്പർ എന്ത് ചെയ്തത്, ഇവളെ സ്കൂളിലേക്ക് തൊട്ടടുത്തൊരു സ്കൂൾ വന്നപ്പോൾ ആ സ്കൂളിലേക്ക് ഇവളെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവള് വിവാഹം കഴിച്ച് പോവില്ല എന്നുള്ള അവളെ അമ്മ കുറേ തർക്കിക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം കല്യാണം കഴിപ്പിച്ച് വിടാൻ പഠിപ്പിക്കാമെന്ന് വിടണ്ട, പഠിപ്പിച്ച പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് കല്യാണം നടക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്തത്, പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ടീവ് ടീച്ചർ, ആ സ്കൂളിൽ എത്തിയപ്പോഴാണ് അവള് സംസാരിക്കുമ്പോൾ സ്റ്റാമറിങ് വിക്ക് ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ പ്രോബ്ലം അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഏതൊരു ഘട്ടത്തിലും അവളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ടീച്ചറെ അവൾക്ക് സ്കൂളിൽ കിട്ടി എന്നുള്ളത് വളരെ ഒരു ബ്ലെസ്ഡ് ആയുള്ള സംഭവമായിരുന്നു. സോ അവളെ സപ്പോർട്ടീവ് ടീച്ചർ. ദെൻ എഡ്യൂക്കേഷൻ ബിൽഡ്സ് കോൺഫിഡൻസ്. അല്ലെ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ആളെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യാം. കാരണം എന്താ, നമുക്ക് എഡ്യൂക്കേഷൻ, വേറെ എഡ്യൂക്കേറ്റഡ് അല്ലെ, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള രീതിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി ചെയ്യാൻ പറ്റൂ. നല്ല ജോലി ചെയ്താലേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടായാൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റും താനെ ഉണ്ടാവും. ക്ലിയർ? സോ റെസ്പെക്റ്റും ഉണ്ടാവും. സോ ഇവൾക്കും ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയപ്പോൾ ലൈഫിൽ എന്ത് സിറ്റുവേഷനും നല്ല രീതിക്ക് നേരിടാം എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ ഉണ്ടാവുകയാണ്. മാരേജ് പ്രപ്പോസൽ ബൈ വിശംബർനാഥ്. അല്ലെ, ആ സമയത്താണ് വളരെ മുതുക്കനും പ്രായവും ഏറിയിട്ടുള്ള ഒരു ധാൻ എന്ന ഭാവത്തിൽ നടക്കുന്ന ഒരു വ്യക്തിൻ്റെ മാരേജ് പ്രപ്പോസലും ആർക്ക് വരുന്നത്? നമ്മുടെ ബോളിക്ക് വേണ്ടിയിട്ട് വരുന്നത്. ആളുടെ പേരെന്തായിരുന്നു? വിശംബർനാഥ്. അതാണ് ആ ഒരു സ്റ്റോറിയുടെ വഴിത്തിരിവ്, ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ആ മാരേജ് എപ്പിസോഡ്സ് അല്ലേ, ആ മാരേജ് എപ്പിസോഡ്സ് എന്താ? വിശംബർനാഥ് ഡിമാൻഡ്സ് ഡൗറി. എന്തുകൊണ്ട്? ആദ്യം വിശംബർനാഥ് പറഞ്ഞു, വിശംബർനാഥ് നല്ല ഗായിക്കാരനാണ്, ഓഡീഷനാണ്. ഈ ബോളിയുടെ ഫാമിലി നല്ല കുഴപ്പമില്ലാത്ത ഫാമിലിയൊക്കെ ആയിരുന്നു. എനിവേ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ ബോളിയുടെ ഫാമിലിക്ക്. അപ്പോൾ ബോളിയുടെ ഫാമിലിയിൽ വന്ന് ആദ്യം പൈസ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ, വിശംബർനാഥിന് നല്ല പ്രായമുണ്ട്, മുഴുക്കളവനായിരുന്നു. അപ്പോൾ അയാളായതുകൊണ്ട് പൈസ ഒന്നും വേണ്ടാന്ന് പറയുന്നു. പക്ഷേ ഈ ഇവരെ കല്യാണത്തിലൊക്കെ ഉണ്ടല്ലോ, പുറമേയുള്ള കല്യാണത്തിൽ ഇങ്ങനെ മറ്റേ സാധനം ഇടുമല്ലോ, മുഖം മറയ്ക്കണേ. അപ്പോൾ അത് മറിച്ച് നോക്കിയപ്പോഴാണ് ഇവളെ ഫേസ് ആര് കാണുന്നത്? വിശംബർനാഥ് കാണുന്നത്. അപ്പോൾ ഫേസിൽ കുറേ കുത്തും പാടൊക്കെ ഉണ്ടല്ലോ, ആ സ്മാൾ ബോക്സിൻ്റെ ആ പാട് വന്നപ്പോൾ ആര് പറഞ്ഞു? നമ്മളെ വിശംബർനാഥ് പറഞ്ഞു, ഈ കല്യാണം നടക്കണമെങ്കിലേ കുറച്ച് ഡൗറി എന്താ, സ്ത്രീധനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീധനം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം 4 ആൾക്കാരുടെ ഇടയിൽ നാണം കെടാൻ പാടൂലല്ലോ എന്ന് ഓർത്തിട്ട് പാവം ഡോളി അല്ലല്ലോ, എന്താ പേര്, ബോളീൻ്റെ ഫാദർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ അങ്ങുന്നേ, ഞങ്ങൾ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. ഫാദർ പേസ് ടു സേവ് ഹോണർ. അല്ലെ, ആ അഭിമാനം കളയാൻ പാടില്ലാത്തതുകൊണ്ട് ഫാദർ പറഞ്ഞു, ആയിക്കോട്ടെ പൈസ അല്ലേ, എല്ലാന്നേ അല്ലെ പൈസ തരാമെന്ന് പറയുന്നുണ്ട്. പൈസ അല്ല, ഡൗറി, സ്ത്രീധനം തരാമെന്ന് പറയുന്നുണ്ട്. ബോളി റിജക്ട്സ് മാരേജ് ബോൾഡ്ലി. പക്ഷെ താലി കെട്ടാൻ വരുന്ന ആ നിമിഷം ബോളി എന്തിയാണ്? അതാണ് റിജക്റ്റ് ചെയ്യാണ്. വേണ്ട എന്ന് പറഞ്ഞ് അവളവളെ മുഖത്തെ സംഭവമൊക്കെ കളഞ്ഞ് മാറ്റിയിട്ട് പറയാണ്, എനിക്ക് കല്യാണം വേണ്ട, അല്ലെ, ഇത്രയും മുതുക്കളവരെ എനിക്ക് വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളത് എന്ത് ചെയ്യാണ്? ആ ഒരു റിജക്റ്റ് ചെയ്യാണ്. ത്രോസ് ഗാർലാൻഡ് ഇൻ ടു ഫയർ. ആ കെട്ടാൻ വന്ന ഗാർലാൻഡ് കൊണ്ട് വലിച്ചെറിയാണ്, തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ ഭയങ്കര ബോൾഡായിട്ട് പറയാണ്, എനിക്ക് ഒരു വിവാഹം വേണ്ട, ഈ മുഴുക്കളവരെ എനിക്ക് വിവാഹം കഴിക്കണ്ട എന്ന് അവൾ ഭയങ്കര ബോൾഡായിട്ട് പറയാണ്. ബിക്കോസ് ഓഫ് ഹർ എഡ്യൂക്കേഷൻ. അവൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് അത്രയും ആളുകളുടെ മുമ്പിൽ അവൾക്ക് വളരെയധികം ഉഷാറോട് കൂടിയിട്ട് ആ കാര്യം പറയാൻ സാധിച്ചത്. ഓക്കെ,
ഇനി റോൾ ഓഫ് ടീച്ചർ. ആ ടീച്ചറാണ് അവളെ ലൈഫിൽ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലേ. ഒന്നുമല്ലാതെ എവിടെയും പോകേണ്ടിയിരുന്ന ആ ബോളിയെ ആരെങ്കിലും ഒക്കെ ആക്കി മാറ്റിയതും അവൾക്ക് ലൈഫിൽ കോൺഫിഡൻസ് കൊടുത്തതും ആരായിരുന്നു? ഈ ടീച്ചറായിരുന്നു. സിമ്പിൾ ഓഫ് കൈൻഡ്നെസ് ആൻഡ് എംപവർമെൻറ്റ് അല്ലേ. നമുക്ക് പറയല്ലോ അക്ഷരം തെറ്റാതെ വിളിക്കാൻ ടീച്ചർ എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അവൾ വളരെ രീതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൈൻഡ്നെസ്സോടുകൂടി അവളെ കൂടെ ചേർത്ത് പിടിച്ച ദയയോട് കൂടിയിട്ട് അവളായിട്ട് കണ്ടൊരു ടീച്ചറായിരുന്നു ആ ടീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഷീസ് എംപവർമെന്റ് അല്ലെ. എങ്ങനെയായിരിക്കും സ്ത്രീ അവളുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയേണ്ട ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ രീതിക്കും അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആൻഡ് ആൾസോ എഡ്യൂക്കേഷൻ ചേഞ്ചസ് ബോളീസ് ലൈഫ് അല്ലേ. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ചെങ്ങായിനും കല്യാണം കഴിച്ചിരിക്കേണ്ട ബോളീനെ എഡ്യൂക്കേഷൻ ആണ് എന്നത് അവളെ ലൈഫിനെ ഒരു ചേഞ്ചസ് വരുത്തിയത്. ലൈഫിൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളത് ക്ലിയർ വേർഷനിൽ ആര് കാണിച്ചു തരുന്നുണ്ട്? ബോളി കാണിച്ചു തരുന്നുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് അല്ലെ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഉണ്ടാവും, ഫ്രീഡം, എംപവർമെൻറ്റ് ഉണ്ടാവും. നമുക്ക് എന്തും ഒപ്പീനിയനും ഏതൊരാളുടെ മുൻപിൽ തുറന്നടിച്ച് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. വുമൺ സെൽഫ് റെസ്പെക്റ്റ് അല്ലേ. വുമൺ ആയിക്കാലും ഇവൻ നമ്മൾ സ്ത്രീകൾ അത് ചെയ്യാം, അത് എന്താ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡാണ് വേണ്ടതെന്ന് എവിടെ ആരും പറയാറില്ല. സോ വുമൺസ് നീഡ് സെൽഫ് റെസ്പെക്റ്റ്. നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് മറന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ബോളിനെ മുഖത്ത് കുരുണ്ട് മറ്റേതുണ്ട് പറഞ്ഞിട്ട് ആൾ ശ്രീധരൻ ചോദിച്ചപ്പോൾ അവൾ അവിടെ എന്താ അടിച്ചമർത്തിപ്പെടുത്തുക ചെയ്യണതല്ലേ. സോ അവൾക്ക് എന്തായിരുന്നു വലുത്? അവളെ സെൽഫ് റെസ്പെക്റ്റ് ആയിരുന്നു വലുത്. ആ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞത് അവൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. സോ എന്താ വുമൺസ് നീഡ് സെൽഫ് റെസ്പെക്റ്റ്. സ്ത്രീകൾക്ക് ആദ്യം ആവശ്യം എന്താണ്? സെൽഫ് റെസ്പെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദെൻ എന്താ ഡൗറി സിസ്റ്റം അല്ലേ. സ്ത്രീധനം വേണ്ട, ഇതൊന്നും ഇല്ലല്ലോ, സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും തെറ്റല്ലേ അല്ലേ. സോ ഡൗറി സിസ്റ്റത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. സോഷ്യൽ ഇൻജസ്റ്റിസ് അല്ലേ. സൊസൈറ്റി നടക്കുന്ന അഴിമതികളെ കുറിച്ചിട്ടും അല്ലെ, ഇൻജസ്റ്റിസ് അഴിമതികളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമ്മളെ കാലത്ത് ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കണമല്ല. എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പൈസ കൊടുത്തിട്ട് കല്യാണം കഴിക്കുക, കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട്. സോ അത്തരം അതിനോണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൈസ ഉള്ളവന് എന്തെങ്കിലും കുറവുള്ള പൈസ ഉള്ളവർ കൊടുത്തിട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടൊന്നും കാര്യമില്ല. സോ സോഷ്യൽ ഇൻജസ്റ്റിസ്. ഇന്നർ സ്ട്രെങ്ത് വേഴ്സസ് ഔട്ടർ ബ്യൂട്ടി. ദ ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ ദ ഫേസ്, ഇറ്റ് ഇസ് ലൈറ്റ് ഇൻ ദ ഹേർട്ട് എന്ന് പറയാം അല്ലേ. നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യമല്ല സൗന്ദര്യം. പുറമേ കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു ഇന്നർ ബ്യൂട്ടി ഉണ്ട്. ആ ഒരു ഇന്നർ ബ്യൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാൽ പെർഫെക്റ്റ് ലൈഫ് ആയിരിക്കും. പക്ഷേ ആ ഇന്നർ ബ്യൂട്ടി മനസ്സിലാക്കാത്ത കാണാൻ നല്ല അതീവ സുന്ദരിയാണെങ്കിൽ എന്താ കാര്യമില്ല. നല്ല പുറമേ ബോഡി കാണിച്ച് ഭംഗിയുള്ള ഒരാളുടെ ഉള്ളിൽ നന്നാവണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ പുറമേ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? തങ്കായിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരിക്കലും നമ്മളൊരു പേഴ്സണെ അവളെ പുറമേത് ഭംഗിയാണ് അടിപൊളി എന്ന് പറയാൻ പാടില്ല. ജസ്റ്റ് ലുക്ക് ഈസ് ഇന്നർ ബ്യൂട്ടി അല്ലെ, ഓർ ഹെർ ഇന്നർ ബ്യൂട്ടി. ഇന്നർ ബ്യൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു വ്യക്തിയെ അളക്കാം. അതാണ് ഇതിൽ പറയുന്ന തീംസ്. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, എംപവർമെൻറ്റ് പറയുന്നുണ്ട്, വുമൻസിൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പറയുന്നുണ്ട്, ഡൗറി സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡ് ഇന്നർ സ്ട്രെങ്ത് വേഴ്സസ് ഔട്ടർ ബ്യൂട്ടി. ഇന്നർ സ്ട്രെങ്ത്തും ഔട്ടർ ബ്യൂട്ടി തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെന്താ? എഡ്യൂക്കേഷൻ ഗിവ്സ് കറേജ് ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒരു കറേജ് ഉണ്ട്, ഒരു ധൈര്യമുണ്ട്, ആൻഡ് വി ഹാവ് ഇൻഡിപെൻഡൻസ്. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്, നമുക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. കാരണം നമുക്ക് നാലാളെ മുമ്പിൽ നമുക്ക് അറിവുണ്ട്, നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്തും പറയാം എന്നല്ല, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. അപ്പോൾ ആ ഒരു മെസ്സേജ്, ആ ഒരു തീം, ഒരു മോറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എഡ്യൂക്കേഷൻ ഗിവ്സ് കറേജ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്നത്. ബോളിക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടും അവൾക്ക് ആ എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് അവൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനുള്ള കറേജ് ഉണ്ടായി, ഇൻഡിപെൻഡൻസ് ഉണ്ടായി. എ വുമൺ ഹാസ് ദ റൈറ്റ് ടു ചൂസ് അല്ലേ. ഒരു സ്ത്രീക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആരെ വേണം, എന്ത് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ആർക്കുണ്ടായിരുന്നില്ല? ബോളിക്ക് അവളെ വിവാഹ കാര്യത്തിൽ ആരെ വിവാഹം കഴിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. അച്ഛനും അമ്മയും തീരുമാനിച്ചോ ഏതൊരു മുഴുക്കളവനെ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ആർക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ബോളിക്ക് വന്നിട്ടുണ്ടായത്. പക്ഷെ അവളെ എഡ്യൂക്കേഷൻ കൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്?
അതിനെതിരെ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറഞ്ഞ, വുമൺ ഹാസ് എ റൈറ്റ് ടു ചൂസ് ആരെ വേണം, എന്ത് വേണം, ഏത് എഡ്യൂക്കേഷൻ വേണം, എത്ര കാലം പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഒരു വുമൺ ഹാവ്, സ്ത്രീക്കുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മാരേജ്. അല്ലെ, കല്യാണം കഴിക്കാം, പക്ഷേ ഇവൻ കല്യാണത്തിലായാൽ പോലും നമുക്ക് എന്ത് വേണം, ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് എവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, സെൽഫ് റെസ്പെക്റ്റ്. അത് ഏതൊരു സിറ്റുവേഷൻ ആയാലും, കല്യാണമായാലും, എവിടെയായാലും നമുക്ക് നമ്മൾ ആരെങ്കിലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതില്ലാതെയാക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെ, നമുക്ക് നമ്മുടെ കാലം നോക്കിയിട്ട് എന്ത് ചെയ്യുക, പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്നേ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, കളഞ്ഞിട്ട് ഒരു സ്ഥലത്തും നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു വലിയ ഹ്യൂജ് മെസ്സേജ് ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. കാരണം ബോളി അവളെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. അവൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടും അവൾ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവൾ അതിനെതിരെ പോരാടിയത് കൊണ്ടാണ് ബോളിക്ക് ഇന്ന് എന്ത് ചെയ്തത്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടിയത്. സോ സെൽഫ് റെസ്പെക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ മോറൽ അല്ലെങ്കിൽ എന്താ തീന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, എഡ്യൂക്കേഷൻ ഗീവ്സ് കറേജ് ആൻഡ് ഇൻഡിപെൻഡൻസ്. എഡ്യൂക്കേഷൻ നമുക്ക് കറേജും നൽകുന്നുണ്ട്, ഇൻഡിപെൻഡൻസും നൽകുന്നുണ്ട്. എ വുമൺ ഹാസ് ദ റൈറ്റ് ടു ചൂസ്. ഒരു വുമണിന് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മാരേജ്. അല്ലെ, കല്യാണമൊക്കെ കഴിക്കാമെന്നേ, പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ചാപ്റ്ററും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ, ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ് ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.